അടിപൊളി നമ്മുടെ കട്ട്ള മീനാണ് കേട്ടോ. നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ കട്ട്ള മീൻ തന്നെയാണ്. ഇതിൻ്റെ ആ നീളമാണ് പഴത്തിന്. ഒരു പഴം ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയാണ്. ഹലോ നമസ്കാരം, ട്രാവൽ മാക്സ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലമ്പുഴയിലാണുള്ളത്. മലമ്പുഴ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരാൻ കാരണം നമ്മുടെ മലമ്പുഴ ഡാമിൽ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കവാ ഭാഗത്തുള്ള നാടൻ തട്ടുകട, കുട്ടപ്പായിസ് നാടൻ തട്ടുകടയിലുള്ള നമ്മുടെ പഴംപൊരി, ബീഫ്, അതുപോലെ തന്നെ കപ്പ, മീൻകറി, ഇതെല്ലാം നമ്മളിന്ന് കാണാനും ആസ്വദിക്കാനും കഴിക്കാനും കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല രസമായിരിക്കും. ഫ്ലവർ ഷോ മലമ്പുഴയിൽ നല്ല രസമുള്ള കാഴ്ചകളായിരിക്കും മലമ്പുഴ ഫ്ലവർ ഷോയിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ തട്ടുകടയായ കുട്ടപ്പായിസ് തട്ടുകടയിലെ പഴംപൊരി, ബീഫ്, അവിടുത്തെ പഴംപൊരിയും ബീഫുമാണ് അവിടുത്തെ ഹൈലൈറ്റ്സ്. അതുപോലെ തന്നെ കപ്പയും മീൻകറി, അങ്ങനെ പല വിഭവങ്ങളുണ്ട്. ഉച്ചയ്ക്ക് ഊണുണ്ട്, നാടൻ ഊണാണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടപ്പായിസ് തട്ടുകട ഞാനൊരു പ്രൊമോഷന് ചെയ്യുന്ന വീഡിയോ അല്ല. അപ്പോൾ പൊതുവേ അവിടെ നല്ല അഭിപ്രായമാണ്. ഫുഡിൻ്റെ ടേസ്റ്റ് നല്ല അഭിപ്രായമാണ്. അപ്പോൾ അത് കാരണം നമ്മളും ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ കവിയുടെ വീഡിയോയും മലമ്പുഴ വീഡിയോയും അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ മലമ്പുഴ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മൾ മുകളിലുള്ള ഐ ബട്ടൺ അല്ലെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ നമ്മൾ ഇത് പ്രൊമോഷൻ ചെയ്യാനുള്ള വീഡിയോ അല്ല. നേരത്തെ വന്നപ്പോൾ നമുക്ക് പറ്റിയില്ല, കാരണം അത്രയും തിരക്കാണ് അവിടെ. ചില സമയത്ത് ഫുൾ തിരക്കായിരിക്കും. അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല. ഇപ്രാവശ്യം മലമ്പുഴയ്ക്ക് ഈ ഫ്ലവർ ഷോ കാണാൻ വരുന്നുണ്ട്. അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലവർ ഷോ ആദ്യം കാണാം. എന്നിട്ട് നമുക്ക് നേരെ കവ ഭാഗത്തുള്ള, അതായത് നമ്മൾ റോപ്പ് വേൻ്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാലുള്ള കവയിലുള്ള കുട്ടപ്പായിസ് നാടൻ തട്ടുകടയിൽ എനിക്കിഷ്ടം എന്താണ് പഴംപൊരിയും ബീഫുമാണ്. അതേപോലെ കപ്പയും മീൻകറിയൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഗാർഡൻ്റെ ഉള്ളിലെത്തി. പൊതുവെ ഇവിടെ ഗാർഡനിൽ, മലമ്പുഴ ഗാർഡനിൽ ഓൾറെഡി എപ്പോഴും ഫ്ലവറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊരു ഒരാഴ്ചത്തേക്കൊരു ഫ്ലവർ ഷോ. പക്ഷേ ഇത് ഒരു സ്കൂൾ അവധിയൊക്കെ ശേഷം വന്നാണെങ്കിൽ കുറച്ചും കൂടി ഒരു പബ്ലിക് കൂടുതലായതിനെ. എന്തായാലും വലിയ ഇതില്ല, കുറച്ച് ഫ്ലവർ ഉള്ളത് നന്നാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് ഫ്ലവർ ഷോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുട്ടികളുടെ എക്സാമൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുട്ടികളുടെ തിരക്ക് കമ്മിയുണ്ട്. കാരണം 10ാം ക്ലാസ് പരീക്ഷയൊക്കെ ആണല്ലോ, അതിൻ്റെ ഒരു തിരക്ക് കമ്മിയുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ പൂട്ടിയിട്ട് സ്കൂൾ അവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വരികയാണെന്ന് വെച്ചാൽ, ഫ്ലവർ ഷോ വരികയാണെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടാവും. പൊതുവേ ഓൾറെഡി ഫ്ലവറൊക്കെ ഇതിൽ ഗാർഡനിൽ കുറേ ഉള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഫ്ലവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻട്രൻസിൽ നല്ല അടിപൊളി ഫ്ലവേഴ്സാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും നന്നായിട്ടുണ്ട്, നല്ലൊരു വൈബാണ്. പിന്നെ ഇന്ന് ശനി ഞായർ, അതായത് 3 ദിവസം അവധിയാണല്ലോ, റിപ്പബ്ലിക് ഡേ, ശനി, സൺഡേ, അങ്ങനെ 3 ദിവസം അവധി ആയതുകൊണ്ട് നല്ല ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് മലമ്പുഴ ഗാർഡനിലുള്ള കാഴ്ചകൾ. നമ്മൾ ഓൾറെഡി മലമ്പുഴ വീഡിയോ ഒക്കെ നേരത്തെ ഉണ്ട്, നമ്മുടെ ചാനലിൽ വീഡിയോ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ ഷോ വന്നതിൻ്റെ പേരിൽ ഒന്നുകൂടി വന്നതാണ്. എന്തായാലും നല്ല വൈബാണ്, നന്നായിട്ടുണ്ട്, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ചുരുങ്ങിയ ദിവസത്തിന് മാത്രമുള്ള ഈ ഒരു ഫ്ലവർ ഷോ. എനിക്കൊന്ന് ഒരാഴ്ചത്തേക്കുള്ളൂ. അതിൻ്റെ ഡേറ്റ് ഞാൻ ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഏത് തൊട്ടിട്ട് ഏത് ദിവസമാണെന്നുള്ളത് കൊടുക്കാം. എന്തായാലും നന്നായിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ അത്യാവശ്യം ഉണ്ട്. കുട്ടികളില്ലാന്ന് മാത്രമേ ഉള്ളൂ, ചെറിയ പിള്ളേരധികം ഇല്ല, കാരണം അവരുടെ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ കമ്മിയാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ റോപ്പ് വേ അങ്ങനെയുള്ള ഇതിലൊക്കെ നിറയെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ഈ ഒരു 3 ദിവസത്തെ അവധി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് മലമ്പുഴ ഡാമിലെ വിശേഷങ്ങൾ. നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ കവ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, മലമ്പുഴ ഡാമിനെക്കുറിച്ചുള്ള കൂടുതൽ, അതായത് മുഴുവനായിട്ടുള്ളൊരു വീഡിയോ, മലമ്പുഴ ഡാമിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ
ചാനലുണ്ട്. ഞാൻ ചാനലിൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം, മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം, അതേപോലെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അത് ക്ലിക്ക് ചെയ്തൊന്ന് കാണുക. അതിൽ കവ അടിപൊളിയാണ് കേട്ടോ. മലമ്പുഴ കവയൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മൾ മലമ്പുഴ ഫ്ലവർ ഷോ കാണാൻ വന്നതല്ല, എന്തായാലും നമുക്കൊന്ന് കവയുടെ ആ ഭാഗങ്ങളൊന്ന് പോയിട്ട് അവിടെ ഒരു അടിപൊളി ഒരു ഹോട്ടലുണ്ട്. അവിടെ ഈ പഴംപൊരിയും ബീഫും അതുപോലെ തന്നെ നല്ല കപ്പയും മീനും അങ്ങനെയുള്ള കിട്ടുന്നുള്ള ഒരു ചെറിയൊരു തട്ടുകടയുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് ഇതിനോടൊപ്പം എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് നേരെ ഇവിടെ നിന്ന് നേരെ നമുക്ക് ഇനി കവയിലോട്ട് ഇറങ്ങുന്നില്ല, കവൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുന്നില്ല. ഇവിടെ നമുക്ക് നേരെ ആ തട്ടുകടയിൽ പോയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ എന്ത് സ്നാക്സോ അല്ലെങ്കിൽ പഴംപൊരി ബീഫ് അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഹെവി അല്ലാത്തത് കേട്ടോ. സംഭവം ഹെവിയാണ്, എന്നാലും നമുക്ക് അവിടെ അങ്ങോട്ടൊന്ന് പോകാം. നമുക്ക് നേരെ ഇതാണ് ആ തട്ടുകടയുടെ ആംബിയൻസ്. കണ്ടല്ലേ, അടിപൊളിയല്ലേ? നമ്മൾ കവയിലേക്ക് എൻട്രൻസിൻ്റെ ഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ പുതിയ ഇത് വരുന്നുണ്ട്, ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് നമ്മുടെ ഈ റിംഗ് റോഡിന് ഈ മലമ്പുഴയ്ക്ക് ചുറ്റുള്ള ഒരു റിംഗ് റോഡ് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അതായത് നമ്മുടെ മലമ്പുഴ റോപ്പ് വേന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് മലമ്പുഴ കവൻ്റെ ഉള്ളിലേക്കുള്ള ഒരു എൻട്രൻസ് കാണും. ഒരു ഓവർ ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പണി പൂർത്തിയാവണുള്ളൂ. അതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഒരു റിംഗ് റോഡ് പൂർത്തിയാവും. അതായത് നമ്മൾ നേരെ മലമ്പുഴ റോപ്പ് വേൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നൊരു 4-5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് പണിയുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു തട്ടുകട. നല്ല ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴംപൊരിയും ബീഫും അതുപോലെ തന്നെ കപ്പയും മീൻ കറിയും പല വിഭവങ്ങളുണ്ട്. ബീഫ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. നല്ലൊരു ആംബിയൻസ് വന്നിട്ട് നല്ല ഫാമിലിയോട് കൂടിയിട്ട് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കാം. നമ്മളിതൊരു വേറൊരു വാണിങ്, നമ്മളിത് ഈ ഒരു തട്ടുകടയ്ക്ക് പ്രൊമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ടൊന്നുമല്ല. നമ്മളിവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഞങ്ങൾ. അല്ലാതെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. പ്രൊമോഷനേ അല്ല, നമ്മൾ അങ്ങനെയുള്ള വീഡിയോ ചെയ്യാറുമില്ല. ആർക്കും ഒരു പ്രൊമോഷനായിട്ടുള്ള വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ചാനൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ റിലേറ്റഡും അതേപോലെ ഫുഡ് റിലേറ്റഡുമാണ്. അപ്പോൾ ഫുഡിൻ്റെ റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മളിവിടെ വന്ന് മലമ്പുഴയ്ക്ക് വന്നപ്പോൾ ഇവിടെ വന്ന് കഴിക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്തു എന്നുള്ളൊരു ഇതല്ല. അപ്പോൾ നല്ല ആംബിയൻസാണ്, നല്ല ഒരു മലഞ്ചരവ്. അതായത് ഇതിൻ്റെ അപ്പുറത്താണ് ട്രിപ്പ് ഉണ്ടാകുന്ന ഒരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ഇതിൻ്റെ തൊട്ടന്നെ ഉണ്ട്. അത് അടിപൊളിയാണ്, ഗംഭീരമാണ്. പിന്നീട് ഒരിക്കൽ വന്നിട്ട് അതിൻ്റെ വീഡിയോ കൂടി എടുക്കണം, ഇപ്പോൾ സമയമില്ല. അപ്പോൾ ഞങ്ങൾ ബീഫും പഴംപൊരിയും അതുപോലെ തന്നെ കപ്പയും മീൻ കറിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. തരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. നല്ല സുഖമാണ്, നല്ല കാറ്റ്. ഉച്ചയായി, ഊണ് കഴിക്കാനുള്ള സമയമായി. പക്ഷേ ഇവിടുത്തെ ഈ സ്പെഷ്യൽ ഇതായതുകൊണ്ട് നമ്മളത് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യണം ഭക്ഷണത്തിന്. അതുകൊണ്ട് അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ല തണലത്തും ഇവിടെ ആ ഭാഗങ്ങളിലാണ് കവയുള്ളത്. അവിടെയാണ് നമ്മൾ ഫ്ലൈ ഓവറൊക്കെ വരുന്നത് കേട്ടോ. നമ്മൾ ഈ റിംഗ് റോഡിൻ്റെ പാലങ്ങൾ അവിടെ വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഹോട്ടലിൻ്റെ പേര് മറന്നു, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ എൻട്രൻസ്, അതാണ് ഹോട്ടലിൻ്റെ. ഇപ്പോൾ നമ്മുടെ കപ്പയും മീൻ കറിയും ഇവിടെ വന്നിട്ടുണ്ട്. മീൻ നമ്മുടെ കട്ടല കേട്ടോ, മലമ്പുഴ ഡാം കട്ടള മീനാണുള്ളത്. കാണുമ്പോൾ തന്നെ അമ്മ ഉണ്ടാ അടിപൊളി നമ്മുടെ കട്ടള മീനാണ് കേട്ടോ. നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ കട്ടള മീൻ തന്നെയാണ്. അതിൻ്റെ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, വായിലൊക്കെ വെള്ളം ഊർന്നില്ലേ. അങ്ങനെ നമുക്ക് കപ്പയും കൂടിയിട്ട് ഇതിനെ കാണിച്ചാൽ കപ്പയും കൂടി ഇട്ടിട്ട് ഇതിലിങ്ങനെ മുക്കുക. അടിപൊളിയായിരുന്നു. നമ്മുടെ മലമ്പുഴ ഡാമിലെ കട്ടള മീനാണ് കേട്ടോ. സൂപ്പറായിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഈ കടകളിലൊക്കെ മേടിക്കുന്ന കട്ടള മീൻ പോലെയല്ല. ഡാം മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചളിയുടെ ചൂരൊന്നും ഉണ്ടാവില്ല, നന്നായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവുന്നതും ഇതുപോലുള്ള ഫുഡൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് വീട്ടിൽ ഇങ്ങനെ നമുക്ക് പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടിപൊളിയാണ്. തേച്ച് കൊണ്ടുവരുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ ഇത് ചേച്ചി? പഴംപൊരിയും ബീഫും അല്ലേ? നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പഴംപൊരിയും ബീഫും എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടാ കാണാൻ തന്നെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നണല്ലേ. ചൂടാണ് കേട്ടോ. നമുക്ക് എന്തായാലും ശകലം ഇതിനെ മാറ്റി വെക്കാം കുറച്ച്. എന്നിട്ട് നമുക്ക് ഈ കപ്പന അങ്ങോട്ട് തീർക്കാം ആദ്യം. അപ്പോഴേക്കും അത് ചൂടാറും. ഒരുപാട് ടേസ്റ്റാണ്. കപ്പ നമുക്ക് ആദ്യം തീർത്തിട്ട് നമുക്ക് പഴംപൊരി എടുക്കാം. പഴംപൊരി നമുക്ക് ചൂടാറിയിട്ടുണ്ട്, അതും കൂടി ടേസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾ കഴിച്ചോട്ടാ. നമ്മൾ പഴംപൊരി നോക്കണ്ടേ. അതാണ് പഴംപൊരി. കണ്ട ഇത്ര നീളമാണ് പഴത്തിന്. ഒരു പഴം ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയാണ്. നമുക്ക് പഴംപൊരി ഒരു തുണ്ടെടുത്തും കണ്ട് ഈ ബീഫ് കറിയിൽ കണ്ട ബീഫ് കറിയൊക്കെ ഇതാ. ബീഫ് കറി സൂപ്പറാട്ടാ. കണ്ട നല്ല നല്ല മുഴുമുഴുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ ബീഫ്. ബീഫ് എന്ന് നോക്കാം. സൂപ്പർ. പഴംപൊരിയും ബീഫ് കറിയും നല്ല കോമ്പിനേഷൻ ഉണ്ടാ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ മലമ്പുഴയ്ക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് വേറെ ഒന്നും നോക്കണ്ട. ഇത് മാത്രം ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. വെറൈറ്റി ഫുഡ് ഒരുപാടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രൊമോഷനായിട്ട് ചെയ്തതല്ല. കാരണം അടിപൊളി ടേസ്റ്റാണ്. ഫുഡിന് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മലമ്പുഴയ്ക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്കും കൂടി വന്നോ. അതായത് നേരത്തെ പറഞ്ഞ പോലെ റോപ്പ് വേൻ്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ 4-5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കവയുടെ നമ്മൾ എൻട്രൻസ് ഉണ്ട്. കവയ്ക്ക് പോകാനുള്ളൊരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജ് പണി നടക്കുന്നുണ്ട്. 2 5 സ്റ്റാർ ഹോട്ടൽ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഓൾറെഡി ഓപ്പണാണ്, നമ്മുടെ ക്യൂട്ടി സോപ്പുകാരൻ്റെ. അതേപോലെ വേറെ ഒരെണ്ണം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടന്നെയാണ് ഈ ഒരു തട്ടുകട. അടിപൊളി വെറൈറ്റി ഉണ്ട്. നന്നായിട്ടുണ്ട്. നിങ്ങൾ മലമ്പുഴ പാലക്കാട്ടുള്ളവർക്കൊക്കെ അറിയാം ഏകദേശം. വെളിയിൽ നിന്നുള്ള മലപ്പുറം, കോഴിക്കോട് നിന്നൊക്കെ വരുന്നവർ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത്. സാധാരണ ഇവരൊക്കെ വന്നു കണ്ട് മലമ്പുഴ ഗാർഡനും ഡാമും കണ്ടിട്ട് തിരിച്ചു പോകും. പക്ഷേ ഇത് കൂടി ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും കേട്ടോ. ഉച്ചയ്ക്ക് തന്നെ വരണം. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും. അതേപോലെ 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ഫുഡുകൾ കിട്ടും. എന്നാലും ഈ ഒരു പഴംപൊരിയും ബീഫും ഭയങ്കര കോമ്പിനേഷൻ. എനിക്ക് കപ്പനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല കോമ്പിനേഷൻ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണിലെ ബെൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും